ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ഒരുവനുമേൽ നിയുക്തമായിരിക്കുന്ന ഉത്തരവാദിത്വമാണ് പ്രാരാബ്ധം. ബന്ധുജനങ്ങളെ സംരക്ഷിക്കുക, അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുക, ഭാര്യ, മക്കൾ, ദാസന്മാർ, വളർത്തുമൃഗങ്ങൾ ഇവരെ സംരക്ഷിക്കുക എന്നിങ്ങനെ പ്രാരാബ്ധങ്ങൾ നമ്മളെ അസ്വസ്ഥരാക്കുന്നു. ഇതെല്ലാം മായയാണെന്ന ജ്ഞാനമുണ്ടായിട്ടും അതെല്ലാം ഉപേക്ഷിക്കാതെ അതിൻ്റെ ഭാഗമായി നിലകൊണ്ട് തൻ്റെ നിയോഗം പൂർത്തിയാക്കുന്നവരാണ് ചില മഹാന്മാർ. അതായത് ആത്മജ്ഞാനം നേടിയാൽ സകലതും ത്യജിക്കണമെന്നില്ല എന്നർത്ഥം. വിധിയെ പഴിച്ചതുകൊണ്ടോ സ്വയം ശപിച്ചതുകൊണ്ടോ കരഞ്ഞതുകൊണ്ടോ തളർന്നിരിക്കുന്നതുകൊണ്ടോ ഒരു പ്രശ്നത്തെ അതിജീവിക്കാൻ ആർക്കെങ്കിലും കഴിഞ്ഞതായി നമുക്കറിയില്ല. അത്തരം ഘട്ടങ്ങളിൽ വിശ്വാസവും കർമ്മവുമാണ് വേണ്ടത്. പ്രാർത്ഥന വിശ്വാസത്തെ ഉറപ്പിക്കുന്നു. പ്രാർത്ഥന കർമ്മത്തിൻ്റെ ക്ലേശങ്ങളെ ലഘൂകരിക്കുന്നു. പിന്നെ എന്തിന് നാം പ്രാർത്ഥിക്കാൻ മടിക്കണം? ഇനി സന്ധ്യാനാമത്തിൻ്റെ സമയമാണ്, കേൾക്കാം. കൃഷ്ണ കൃഷ്ണ മുझे दर्शन दो कृष्ण 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 मुझे 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 दर्शन दो कृष्ण गिरिधारी मुरारी कृष्ण घनश्याम मुरारी कृष्ण गिरिधारी मुरारी कृष्ण घनश्याम मुरारी कृष्ण गिरिधारी मुरारी कृष्ण श्याम मुरारी कृष्ण हे कृष्ण 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 हे नंद मुरारी कृष्ण हे कृष्ण 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 हे नंद मुरारी कृष्ण अब आ जाओ कृष्ण अब आ जाओ कृष्ण मुझे दर्शन दो कृष्ण 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 मुझे दर्शन दो कृष्ण 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 मुझे दर्शन दो कृष्ण गिरिधारी मुरारी कृष्ण घनश्याम मुरारी कृष्ण गिरिधारी मुरारी कृष्ण घनश्याम मुरारी कृष्ण हे कृष्ण 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 हे नंद मुरारी कृष्ण हे कृष्ण 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 हे नंद मुरारी कृष्ण अब आ जाओ कृष्ण मुझे दर्शन दो कृष्ण मुझे दर्शन दो कृष्ण मुझे दर्शन दो कृष्ण गिरिधारी मुरारी कृष्ण
घनश्याम मुरारी कृष्ण गिरिधारी मुरारी कृष्ण घनश्याम मुरारी कृष्ण गिरिधारी मुरारी कृष्ण घनश्याम मुरारी कृष्ण 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 गिरिधारी घनश्याम नंद मुरारी कृष्ण ത്രിമൂർത്തികളിൽ സംഹാരത്തിന്റെ നാഥനാണ് പരമശിവൻ. ദേവഗണങ്ങളിൽ മൃത്യുകർമ്മം നിർവഹിക്കാനും ലക്ഷ്യം പൂർത്തിയാക്കിയ ജീവികളിൽ നിന്നും ആത്മാവിനെ സ്വതന്ത്രമാക്കാനും ചുമതലയുള്ള ദേവനാണ് സൂര്യപുത്രനായ യമൻ. യമന്റെ പാശവും മൃത്യുദണ്ഡും ആർക്കും തടയാനാകാത്ത ആയുധങ്ങളാണ്. സ്വന്തം കർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാത്ത യമനും ഭക്തർക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ശിവനും തമ്മിൽ ചിലപ്പോഴെല്ലാം ഏറ്റുമുട്ടേണ്ടി വന്നിട്ടുണ്ട്. അത്തരം രസകരമായ കഥകളിലൂടെ നമ്മെ നയിക്കുന്നു ഇന്നത്തെ കഥയമമ്മ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. മഹാദേവന്റെ കഥകൾ എത്ര കേട്ടാലും മതിവരാറില്ല. കഴിഞ്ഞ അധ്യായങ്ങളിൽ ഭഗവാന്റെ വിശ്വപ്രസിദ്ധമായിട്ടുള്ള ത്രിപുരദഹനം ഉൾപ്പെടെയുള്ള കഥകൾ നമ്മൾ കേൾക്കുകയും ചെയ്തു. ഇന്നത്തെ ദിവസം ഭഗവാന്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പേരുണ്ടല്ലോ, അന്തകാന്തകൻ എന്നാണ് ഭഗവാനെ വിളിക്കുക. അന്തകൻ എന്ന് വിളിക്കപ്പെടുന്ന അസുരനെ കൊന്നതുകൊണ്ട് അന്തകാന്തകനായി ഭഗവാൻ. അതുകൊണ്ട് തന്നെ ഇന്നേ ദിവസം അന്തകാസുര വധം എന്നുള്ള കഥയാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. ഭഗവാൻ മഹാദേവന്റെയും ശ്രീപാർവതി ദേവിയുടെയും ചൈതന്യത്തിൻ്റെ ഏറ്റവും നല്ല നിമിഷങ്ങൾ പകർന്നു തരുന്നൊരു കഥയാണ് അന്തകനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ആ കഥ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമുക്കൊന്ന് ചെറിയ രീതിയിൽ ചിന്തിക്കാം. ഈ കഥ നടക്കുന്നതിൻ്റെ ആദ്യ ഭാഗം കൈലാസത്തിലാണ്. ആ സമയത്ത് ഭഗവാൻ ശ്രീപാർവതിയെ വിവാഹം ചെയ്തിട്ട് അധികം നാളൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഭഗവാനെ പൂർണ്ണതോതിൽ മനസ്സിലാക്കാനുള്ളൊരു ശ്രമമൊന്നും ആ സമയത്ത് ഉണ്ടായിട്ടില്ല എന്ന് തൽക്കാലത്തേക്ക് നമുക്ക് വിചാരിക്കാം. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഭഗവതി ചെറിയ ചെറിയ തമാശകളൊക്കെ ഭഗവാനോട് കാണിക്കുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഭഗവാൻ ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് ദേവി പുറകിലൂടെ ചെന്ന് ഭഗവാന്റെ 2 കണ്ണും അങ്ങോട്ട് പൊത്തിപ്പിടിച്ചു എന്നാണ്. ശ്രീരുദ്രം എന്ന് വിളിക്കപ്പെടുന്ന ഭഗവാന്റെ പ്രസിദ്ധമായിട്ടുള്ള മന്ത്രസംഹിത തുടങ്ങുന്നതിന് മുമ്പ് ഒരു ധ്യാനം ചൊല്ലാറുണ്ട്. പീഠം യസ്യ ധരിത്രി എന്ന് തുടങ്ങുന്നൊരു ധ്യാനം. ആ ധ്യാനത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ശിവന്റെ 3 കണ്ണുകൾ എന്തൊക്കെയാണെന്ന്. അതിൽ കൃത്യമായിട്ട് പറയുന്നു, ഒന്നാമത്തെ കണ്ണ് സൂര്യനും, രണ്ടാമത്തെ കണ്ണ് ചന്ദ്രനും, മൂന്നാമത്തെ കണ്ണ് അഗ്നിയുമാണ് എന്നാണ്. അതായത് സൂര്യചന്ദ്രന്മാരും ഒപ്പം അറിവാകുന്ന അഗ്നിയുമാണത്രേ ഭഗവാന്റെ 3 നേത്രങ്ങൾ. ഇപ്പൊ ഭഗവതി പൊത്തിപ്പിടിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ആ ഭഗവാന്റെ 2 കണ്ണുകളെയാണ്. സൂര്യചന്ദ്രന്മാരെയാണ് ഒരേ സമയം ദേവി മറച്ചത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ 2 കണ്ണും അങ്ങോട്ട് അടഞ്ഞ സമയത്ത് പ്രപഞ്ചം മുഴുവൻ ഇരുട്ടിലായി എന്നാണ്. ഈ സമയത്ത് ഭഗവാന്റെ ആ താപം, ഈ 3ാമത്തെ കണ്ണിൽ നിന്നുണ്ടായിട്ടുള്ള താപം ദേവിയുടെ ഈ കൈകളിലേക്ക് ഏൽക്കുകയും ദേവിയുടെ കൈ വിയർക്കുകയും ആ വിയർക്കുന്ന കൈകളിൽ നിന്ന് 2 തുള്ളി വിയർപ്പ് താഴേക്ക് വീണു പോവുകയും ചെയ്തു എന്നാണ്. ആ വിയർപ്പിന്റെ കണങ്ങളെല്ലാം കൂടി ചേർന്ന് അതിൽ നിന്നൊരു കുട്ടി ഉണ്ടായിത്രേ. ആ കുട്ടിയുടെ പേരാണ് അന്തകൻ. അദ്ദേഹത്തിന് കണ്ണ് കാണില്ലായിരുന്നു. ഹിരണ്യാക്ഷൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു രാക്ഷസൻ അക്കാലത്ത് ഭൂമിയിൽ ജീവിച്ചിരുന്നു. അയാൾക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയെ വളർത്താനായിട്ട് ഹിരണ്യാക്ഷന് കൊടുത്തു. ഹിരണ്യാക്ഷന്റെ മരണശേഷം അന്തകൻ രാജാവായി, പക്ഷെ കണ്ണ് കാണില്ല. അതുകൊണ്ട് തന്നെ കാഴ്ച കിട്ടാൻ വേണ്ടിയിട്ടും ശക്തി കൂട്ടാൻ വേണ്ടിയിട്ടും അദ്ദേഹം ബ്രഹ്മാവിനെ പോയി തപസ് ചെയ്തു. ബ്രഹ്മാവ് തപസ്സിലൊക്കെ സംപ്രീതനായിട്ട് പ്രത്യക്ഷപ്പെട്ടു. അന്തകനോട് ചോദിച്ചു, എന്ത് വരാണ് വേണ്ടത്? അന്തകൻ 2 വരാണ് ചോദിച്ചത്. 1, എനിക്ക് കാഴ്ച തിരിച്ചു തരണം. 2, എന്നെ ആർക്കും കൊല്ലാൻ പറ്റരുത്. ഭഗവാൻ ബ്രഹ്മദേവൻ പറഞ്ഞു, 1ാമത്തെ വരം ഞാൻ തരാം, കാഴ്ച ഇപ്പം തന്നെ തന്നേക്കാം, പക്ഷെ ഒരാളാലും കൊല്ലപ്പെടരുത് എന്നുള്ള വരം തരാനുള്ള ഒരു അർഹത, കഴിവ് എനിക്കില്ല, വേറെ എന്തെങ്കിലും ചോദിക്കും. അപ്പം വീണ്ടും അന്തകൻ ഒന്നുകൂടെ ചിന്തിച്ചു. അദ്ദേഹം ചോദിച്ച വരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ മാതൃസ്ഥാനത്തുള്ള ഒരാളെ വിവാഹം കഴിക്കണം എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലുണ്ടാവാതെ
ഒരിക്കലും എനിക്ക് മരണം ഉണ്ടാവരുത് എന്നുള്ളതാണ്. അത് കേട്ട സമയത്ത് ബ്രഹ്മാവിന് തോന്നി ഇത് തന്നെ ആയിരിക്കും ഇവൻ്റെ അന്ത്യത്തിനുള്ള ഏറ്റവും നല്ല വരം എന്ന് കരുതി ആ വരവും കൊടുത്ത് അനുഗ്രഹിച്ചു. അന്തകന് കാഴ്ചശക്തി തിരിച്ചു കിട്ടി, വരം കിട്ടി, ശക്തി കൂടി. ഉടനെ തന്നെ എല്ലാ അസുരന്മാരും ചെയ്യുന്നത് പോലെ ദേവലോകം ആക്രമിച്ചു, ദേവേന്ദ്രനെ പുറത്താക്കി, ദേവന്മാരെ ഓടിച്ചു. ഭൂമിയും ദേവലോകവും സ്വർഗവും പാതാളവും എല്ലാം തന്നെ അന്തകന്റെ ഭരണത്തിന് കീഴിലായി. എല്ലായിടത്തും അശാന്തി വിളയാടി എന്നാണ്. ഈ സമയത്ത് ഒരിക്കൽ അന്തകൻ തൻ്റെ രാജ്യത്തിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് അവിടെ അതിചൈതന്യവതിയായിട്ടുള്ളൊരു യുവതിയെ കണ്ടു എന്നാണ്. അവരെ കണ്ടപാടെ അന്തകൻ്റെ ഉള്ളിൽ അവരെ വിവാഹം കഴിക്കണം എന്നുള്ള ചിന്ത ഉണ്ടായി. അത്യധികം തേജസ്സുള്ളൊരു സ്ത്രീ. ആ സ്ത്രീയെ കണ്ടപ്പോൾ അന്തകൻ പോയി ചോദിച്ചു, ദേവി, എനിക്ക് ദേവിയെ ഭാര്യയാക്കിയാൽ കൊള്ളാമെന്നുണ്ട്, അതുകൊണ്ട് എൻ്റെ കൂടെ കൊട്ടാരത്തിലേക്ക് വരണം. ദേവി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ നിലവിൽ ഒരാളുടെ ഭാര്യയാണ്, അദ്ദേഹത്തെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ താങ്കളുടെ കൂടെ വരാം എന്ന് പറയുകയും ചെയ്തു. നോക്കൂ, അദ്ദേഹം കണ്ട സ്ത്രീ എന്ന് പറയുന്നത് മറ്റാരും തന്നെ ആയിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ മാതൃസ്ഥാനിയായിട്ടുള്ള സാക്ഷാൽ ശ്രീപാർവതി തന്നെയായിരുന്നു. അദ്ദേഹത്തിന് മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ സ്വന്തം അമ്മയെ തന്നെ കാമദൃഷ്ടിയോടുകൂടി നോക്കിയത് കൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള വരങ്ങളൊക്കെ ഇല്ലാതാവുകയും മഹാദേവൻ അദ്ദേഹത്തെ വധിക്കുകയും ചെയ്തു എന്നാണ്. അതോടുകൂടിയിട്ടാണ് മഹാദേവന് അന്തകാന്തകൻ എന്നുള്ള പേര് വന്നതെന്നും പറയുന്നു. ഈ കഥയിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടതുകൂടെ പറഞ്ഞ് ഈ അധ്യായത്തെ നമുക്ക് ചുരുക്കാം. നോക്കൂ, ഭഗവാന്റെ കണ്ണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലേക്ക് തുറന്നു പിടിച്ചിട്ടുള്ള ഭഗവാന്റെ കാരുണ്യത്തിൻ്റെ കണ്ണുകളാണ്. അതെവിടെ അടയ്ക്കപ്പെടുന്നോ അവിടെ അന്തകന്മാരുണ്ടാവും. കണ്ണ് കാണാത്തൊരു തലമുറ ജനിക്കപ്പെടും. ഭഗവത് ചിന്ത ഇല്ലാതിരിക്കുന്ന സ്ഥലങ്ങളിൽ ഉണ്ടാവുന്ന പുതിയ തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആത്യന്തികമായി ഉള്ളിലെ കണ്ണ്, അകക്കണ്ണ് കാണാൻ സാധിക്കാത്തവരായിരിക്കും. അവർക്ക് അമ്മമാരോട് പോലും കാമം തോന്നുന്നതാണ്. അങ്ങനെ തോന്നുന്നവർക്ക് ഭഗവാന്റെ കൈകൊണ്ട് തന്നെയുള്ള മരണവും സംഭവിക്കും. ആത്യന്തികമായിട്ട് ഭാരതീയ സംസ്കാരത്തിൽ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയാണ്, ദേവിയാണ്. കാണുന്ന എല്ലാ സ്ത്രീയിലും ആ ദേവീഭാവത്തെ, മാതൃഭാവത്തെ കാണാനാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. നമ്മുടെ സംസ്കാരം ചെറിയ കുട്ടി മുതൽ മുത്തശ്ശി വരെയുള്ള ഒരു സ്ത്രീയാണ് അവരെന്നുണ്ടെങ്കിൽ അവരെ അമ്മയെന്ന് വിളിക്കാൻ പഠിപ്പിക്കുന്ന ധർമ്മമാണ്. അതുകൊണ്ട് തന്നെ കണ്ണ് കാണാത്തൊരു തലമുറയാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ ജീവിക്കുന്നത്. നമ്മളിന്ന് പത്രവാർത്തകളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ കാണുന്നത് ഭരണസിരാ കേന്ദ്രങ്ങളെ നിയന്ത്രിക്കുന്ന ആളുകൾ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള ദൃഷ്ടിയുമായിട്ടാണ് സമൂഹത്തിൽ ചിന്തിക്കുന്നതെന്നാണ്. അതുകൊണ്ട് തന്നെ അന്തകന്മാർ ഇന്നും ഈ നാട്ടിലുണ്ട്. അവരെപ്പോഴാണ് ജനിക്കുന്നത്? ഭഗവാന്റെ കണ്ണുകൾ അടയുമ്പോൾ അല്ലെങ്കിൽ അടയ്ക്കുമ്പോഴാണ്. ആ കണ്ണുകൾ എപ്പോഴും തുറന്നു വെക്കുക എന്നുള്ളതാണ് സനാതന ധർമ്മം ചെയ്യുന്നത്. അതെങ്ങനെ ചെയ്യുന്നത്? അതും പുതിയ തലമുറയെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ധർമ്മത്തിൻ്റെ പാതയിലേക്ക് പുതിയ തലമുറയിലുള്ള കുട്ടികളെ കൊണ്ടുവരുമ്പോൾ ഭഗവാന്റെ ആ കണ്ണുകളുടെ കരുണാകടാക്ഷം സദാസമയം ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാവുകയും ഇവിടെ നന്മ മാത്രം ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയുള്ള മഹാദേവനെ, അന്തകാന്തകനായിരിക്കുന്ന ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അടുത്തൊരു കഥയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. ഭഗവത് നാമ പാരായണത്തിന്റെ അനിവാര്യത പല ആചാര്യന്മാരും തങ്ങളുടെ കൃതികളിലൂടെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഗേയം ഗീത നാമസഹസ്രം എന്നാണ് ശങ്കരാചാര്യരുടെ ഉപദേശം. അതായത് നാം ഭഗവത്ഗീതയും സഹസ്രനാമവും ചൊല്ലണം എന്നർത്ഥം. ആചാര്യന്മാർ ഒരിക്കലും നിഷ്പ്രയോജന കർമ്മങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നവരല്ല. അതിനാൽ ജപത്തിന്റെ മഹത്വം നാം മനസ്സിലാക്കണം. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. ദേവസ്വം ഭൂമിയായ കേരളത്തിൽ ശ്രീ പരശുരാമൻ ശൈവമായും ശാക്തമായുമുള്ള ന്യാസങ്ങൾ ചെയ്ത് ഈ ഭൂമിഭാഗത്തെ മന്ത്രഭൂതമാക്കി തീർത്ത് ഭാരതഭൂമിയിൽ വിലയിപ്പിച്ചു. ഇതിനുവേണ്ടി 108 ശിവാലയങ്ങളും 108 ദുർഗാലയങ്ങളും പരശുരാമൻ ഇവിടെ പ്രതിഷ്ഠിക്കുകയുണ്ടായി. കേരളത്തിൽ അറിയപ്പെടുന്ന 108 ദുർഗാലയങ്ങളിൽ ഏറെ പ്രസിദ്ധമായ ദേവീക്ഷേത്രമാണ് കുമാരനല്ലൂരിൽ സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ പണ്ട് നിലവിലിരുന്ന 32 നമ്പൂതിരി ഗ്രാമങ്ങളിൽ ഒന്നാണ് കുമാരനല്ലൂർ. കോട്ടയം ജില്ലയിൽ കോട്ടയം നഗരത്തിൽ നിന്നും 5 കിലോമീറ്റർ മാറിയാണ് കുമാരനല്ലൂർ ദേവീക്ഷേത്രം കുടികൊള്ളുന്നത്. തികച്ചും ഗ്രാമീണമായ അന്തരീക്ഷത്തിൽ ഭക്തർക്ക് ഇഷ്ടവര പ്രദായിനിയായാണ് ദേവിയുടെ അധിവാസം. ഇവിടെ കുടികൊള്ളുന്ന ദേവീ ചൈതന്യത്തിന്റെ പ്രസിദ്ധിയിലാണ് കുമാരനല്ലൂർ ഗ്രാമം അറിയപ്പെടുന്നത്.
പണ്ടുകാലം മുതൽക്ക് തന്നെ കുമാരനല്ലൂർ സാംസ്കാരിക കേന്ദ്രമെന്ന നിലയിൽ പുകഴ്പെറ്റതായിരുന്നു. കാർത്തികേയനി ദേവിയുടെ ചൈതന്യം ഇവിടെ എത്തുന്നതിനു മുൻപ് ഈ പ്രദേശം തിങ്കൾക്കാട് എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അതിനുശേഷവും ഈ ഗ്രാമത്തിന്റെ പേരിൽ മാറ്റമുണ്ടായതായി വിശ്വസിക്കുന്നു. തിങ്കൾക്കാടിന് ശേഷവും ഈ പ്രദേശം ഇന്ദുകാനനം എന്ന പേരിലും അറിയപ്പെട്ടു. ചില പഴയ രേഖകളിൽ ഈ പ്രദേശം മഹിഷാരി കോവിൽ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. കുമാരനല്ലൂർ ദേവീക്ഷേത്രത്തിന് തമിഴ്നാട്ടിലെ മധുര മീനാക്ഷി ക്ഷേത്രവുമായുള്ള ബന്ധം അഭേദ്യമാണ്. ഇവിടുത്തെ ഐതിഹ്യം മധുരയുമായി ഇഴചേർന്നിരിക്കുന്നു എന്നതിനാലാണത്. ദേവീ ചൈതന്യം ഇവിടെ കുടികൊള്ളാനുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. കേരളം ഭരിച്ചിരുന്ന നെടുംചേരലാതൻ എന്ന ചേര രാജാവ് വൈക്കത്തിനടുത്തുള്ള ഉദയനാപുരത്ത് ദേവീ പ്രതിഷ്ഠ നടത്താൻ വേണ്ടി ഒരു ക്ഷേത്രം പണികഴിപ്പിച്ചു. ഇതേ രാജാവ് തന്നെ ഇപ്പോൾ കാർത്യായനി ദേവീക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥലത്ത് സുബ്രഹ്മണ്യ പ്രതിഷ്ഠ നടത്താൻ മറ്റൊരു ക്ഷേത്രവും പണികഴിപ്പിച്ചു. ഈ സന്ദർഭത്തിലാണ് തമിഴ്നാട്ടിലെ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ ഒരു അത്യാഹിതം നടന്നത്. ദേവിയുടെ വിഗ്രഹത്തിൽ ചാർത്തുന്ന രത്നഖചിതമായ മൂക്കുത്തി കാണാതെയായി. മധുര ഭരിച്ചിരുന്ന പാണ്ഡ്യ രാജാവ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. സംശയം അവിടുത്തെ പൂജാരിയിലേക്കും നീണ്ടു. 41 ദിവസത്തിനകം മൂക്കുത്തി കണ്ടുകിട്ടിയില്ലെങ്കിൽ പൂജാരിയെ വധിക്കാൻ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. എന്നാൽ ഇക്കാര്യത്തിൽ പൂജാരി നിരപരാധിയായിരുന്നു. അങ്ങനെയിരിക്കെ 40-ാം ദിനവും വന്നെത്തി. അന്ന് രാത്രി പൂജാരിക്ക് ഒരു സ്വപ്ന ദർശനമുണ്ടായി. അദ്ദേഹത്തിന്റെ മുൻപിൽ ദേവി പ്രത്യക്ഷപ്പെട്ട് ഈ വിധം പറഞ്ഞു: എത്രയും പെട്ടെന്ന് ഈ ക്ഷേത്രസന്നിധി വിട്ട് പൊയ്ക്കൊള്ളുക, ഇല്ലെങ്കിൽ അത് ആപത്ത് വിളിച്ചു വരുത്തുകയാവും ഫലം. നിന്റെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാകും. സാധുവായ ശാന്തിക്കാരൻ ഈ വിധം ദർശനമുണ്ടായപ്പോൾ അവിടെ നിന്നും രക്ഷപ്പെടാൻ ഒരുങ്ങി. ഒരു ദിവ്യ തേജസ് പൂജാരിക്ക് മുന്നിൽ വഴികാട്ടിയായി. ഒടുവിൽ പൂജാരിക്ക് വഴികാട്ടിയായ ദിവ്യ തേജസ് വന്നു നിന്നത് ഇന്നത്തെ കുമാരനല്ലൂർ എന്ന സ്ഥലത്തായിരുന്നു. ഈ സമയം ചേരമാൻ പെരുമാൾ അവിടെ പണികഴിപ്പിച്ച ക്ഷേത്രത്തിൽ കുമാരനെ സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏറെ ദൂരം യാത്ര ചെയ്ത പൂജാരി ക്ഷീണവും തളർച്ചയും കാരണം ഈ ക്ഷേത്രത്തിന് മുന്നിൽ തളർന്നു വീണു. പൂജാരിക്ക് വഴികാട്ടിയായ ദിവ്യ തേജസ് ശ്രീകോവിലിനകത്തേക്കും പ്രവേശിച്ചു. ഇത് കണ്ട് അവിടെ കൂടിയിരുന്ന ഭക്തജനങ്ങൾ ആശ്ചര്യപ്പെട്ടു. ദിവ്യ തേജസ് തങ്ങളിൽ പ്രസാദിച്ച സുബ്രഹ്മണ്യ സ്വാമിയാണെന്ന് അവർ വിശ്വസിച്ചു. കഥയൊന്നും അറിയാതെ ആ ശ്രീകോവിലിൽ കുമാരപ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരുന്നു. പ്രതിഷ്ഠാ മുഹൂർത്തമായപ്പോൾ അവിടമാകെ ഒരു അശരീരി മുഴങ്ങി. കുമാരനല്ല ഊരിൽ എന്നതായിരുന്നു അത്. ഈ അശരീരിയിൽ നിന്നുമാണ് ഈ പ്രദേശത്തിന് കുമാരനല്ലൂർ എന്ന പേരുണ്ടായത് എന്നാണ് വിശ്വാസം. സുബ്രഹ്മണ്യ സ്വാമിയെ പ്രതിഷ്ഠിക്കാനെത്തിയ ചേരമാൻ പെരുമാൾ ഈ അശരീരി വാക്യം കേട്ട് പ്രതിഷ്ഠ പിന്നീടാകാമെന്ന് നിശ്ചയിച്ച് വൈക്കത്തേക്ക് വള്ളം കയറി. വള്ളം നീങ്ങിക്കൊണ്ടിരിക്കവേ മാഞ്ഞൂർ എന്ന സ്ഥലത്തെത്തിയപ്പോൾ അസാധാരണമായ വിധത്തിൽ മൂടൽ മഞ്ഞു നിറഞ്ഞു. വള്ളം തുഴഞ്ഞവർക്ക് ബോധക്ഷയവും വിഭ്രാന്തിയും ഉണ്ടായി. ഇതേ തുടർന്ന് ചേരമാൻ പെരുമാൾ കുമാരനല്ലൂരിൽ എത്തിച്ചേർന്നു. ആ സമയം അദ്ദേഹത്തിന് മറ്റൊരു ദർശനമുണ്ടായി. വേദഗിരിയിലെ മോക്ഷസരസിൽ ഒരു വിഗ്രഹം ജലാധിവാസമായി കിടപ്പുണ്ടെന്നും ശ്രീ പരശുരാമനാൽ പൂജിക്കപ്പെട്ട ആ ശിലാവിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിക്കേണ്ടതെന്നും. ഇതുപ്രകാരം വേദഗിരിയിലെത്തിയ രാജപരിവാരങ്ങൾ വിഗ്രഹം കണ്ടെടുത്ത് കുമാരനല്ലൂരിൽ എത്തിച്ചു. കുമാരനല്ലൂരിൽ ദേവീ വിഗ്രഹം പ്രതിഷ്ഠ നടത്തുന്ന ശുഭമുഹൂർത്തമായപ്പോൾ ജടാധാരിയായ ഒരു ബ്രാഹ്മണ വേഷത്തിൽ ശ്രീ പരശുരാമൻ ക്ഷേത്രത്തിലെത്തുകയും പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു എന്നുമാണ് വിശ്വാസം. വിഗ്രഹ പ്രതിഷ്ഠ നടത്തിയതിനു ശേഷം പെരുമാൾ തന്റെ സ്വത്തുക്കൾ ക്ഷേത്രത്തിലേക്ക് ദാനം ചെയ്യുകയുണ്ടായി. ദേവിയോടൊപ്പം മധുരയിൽ നിന്നും വന്ന പൂജാരിയെ ക്ഷേത്രം ശാന്തിയാക്കി അധികാരമേൽപ്പിച്ചു. മധുരയിൽ നിന്നും വന്നവരായതുകൊണ്ട് പിന്നീട് ഇവർ മധുര നമ്പൂതിരിമാർ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. ഇവിടുത്തെ നാലമ്പലവും ശ്രീകോവിലും ഉത്തമങ്ങളായാണ് കണക്കാക്കപ്പെടുന്നത്. കുമാരനല്ലൂർ ദേവീക്ഷേത്രത്തിലെ ദർശന രീതിക്ക് പ്രത്യേകതകളുണ്ട്. കിഴക്കോട്ട് ദർശനമായിരിക്കുന്ന ദേവിയുടെ വലതുഭാഗത്തായി ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ഈ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി
നമസ്കാര മണ്ഡപത്തിലെ പടിഞ്ഞാറു ഭാഗത്തെ തൂണിൽ കുടിയിരിക്കുന്ന മണിഭൂഷണൻ അഥവാ ശാസ്താവിനെ തെക്കേ വാതിലിലൂടെ വലം വച്ച് വന്ദിച്ച ശേഷമാണ് ദേവിയെ നമസ്കരിക്കേണ്ടത് എന്നാണ് ചിട്ട. ശ്രീകോവിൽ ചുമരിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചുമർചിത്രങ്ങൾ ഏതൊരു ഭക്തനെയും ആകർഷിക്കാൻ പോന്നതാണ്. നാശത്തിന്റെ വാക്കിലെത്തിയ ഈ ചുമർചിത്രങ്ങൾ ക്ഷേത്രസമിതി പുതുക്കിയെടുത്തത് ഏറെ ശ്ലാഘനീയമാണ്. അഞ്ചു പൂജയും 3 ശീവേലിയുമാണ് ഇവിടെ. കടിയക്കോൽ ഇല്ലത്തിനാണ് ഇവിടുത്തെ തന്ത്രം. ഊരാൺമ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഇവിടുത്തെ ക്ഷേത്രഭരണം. 17 ഇല്ലക്കാർക്ക് ഊരാൺമയുള്ള ക്ഷേത്രമായിരുന്നു കുമാരനല്ലൂർ. ഇതിൽ 7 ഇല്ലങ്ങൾ അന്യം നിന്നുപോയി. ഇപ്പോൾ 9 ഇല്ലക്കാർക്കാണ് അവകാശം. കാർത്തിക ആഘോഷമാണ് കുമാരനല്ലൂരിലെ ഉത്സവം. വൃശ്ചികത്തിലെ കാർത്തിക പള്ളിവേട്ടയായി 10 ദിവസമാണ് ഉത്സവം. മീനച്ചിലാറ്റിലാണ് ആറാട്ടം. ഉത്സവത്തിന് പിടിയാന വേണമെന്നാണ് ആചാരം. കാർത്തിക ഉത്സവം കുമാരനല്ലൂർ ഗ്രാമത്തിന് പുതുചൈതന്യം പകരുന്ന വേളയാണ്. മീനത്തിലെ പൂരത്തിനും 1 ദിവസത്തെ ആഘോഷമുണ്ട്. പഴയ കാലത്ത് തുലാത്തിലെ രോഹിണി മുതൽ വൃശ്ചികത്തിലെ രോഹിണി വരെ 28 ദിവസത്തെ ഉത്സവമായി. ചെമ്പരുത്തി, ചുവന്ന പട്ട്, കൊമ്പനാന, ക്ഷത്രിയ വംശം എന്നിവ 4 അമ്പലത്തിനകത്ത് കടക്കരുതെന്ന് ചിട്ടയുണ്ട്. മഞ്ഞൾ അഭിഷേകമാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. ചന്ദനത്തിനു പകരം മഞ്ഞളാണ് ഇവിടെ പ്രസാദം. പരമേശ്വരി പാപ വിനാശിനി ശ്രീ പാർവതി പർവ്വത നന്ദിനി തൃപ്പാദം കാണുവണങ്ങുന്നേ. ഭജനം പാടുന്നേ. കുമാരനല്ലൂർ ദേവിയുടെ ആശ്രിതരാവുക എന്നത് ജീവിതത്തിൽ സകല സൗഭാഗ്യങ്ങളും ആർജിക്കുക എന്നതിന് തുല്യമാണെന്ന് വിശ്വാസികൾ കരുതുന്നു. അമ്മയുടെ അഭയവരതാപ മുദ്രയണിയാൻ ആ മടിത്തട്ടിൽ സകല സങ്കടങ്ങളും ഇറക്കി വയ്ക്കാൻ ഭക്തജനങ്ങൾ ഇവിടെ മഞ്ഞൾ പ്രസാദമണിയുകയാണ്. അനാദരവും അവഗണനയും എവിടെ നിന്ന് വന്നാലും അതിനുള്ള ഏറ്റവും മികച്ച മറുപടിയാണ് അകലം പാലിക്കുക എന്നത്. പ്രതികരിക്കരുത്, തർക്കിക്കരുത്, നാടകീയതയിലേക്ക് പോകരുത്. ലളിതമായി പറഞ്ഞാൽ അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.